ഗാലക്സി പ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 8ാം ക്ലാസ് ഹിന്ദിയിലെ ആദ്യത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 8ാം ക്ലാസ് ഹിന്ദിയിലെ ആദ്യത്തെ പാഠഭാഗം ഒരു കവിതയാണ്. കവിതയുടെ പേര് പേട്. ഇത് എഴുതിയിരിക്കുന്നത് സുശീൽ ശുക്ലാണ്. സുശീൽ ശുക്ലിന്റെ പേട് എന്ന കവിതയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ കവിതയിലേക്ക് കടക്കാം. പേട് തും പേട് നഹി തും ദർജി. പേട് എന്ന് വെച്ചാൽ അറിയാൽ എന്താണ്? മരം അല്ലെ? മരമേ നീയൊരു മരം മാത്രമല്ല, മരമേ നീ വെറും ഒരു മരമല്ല. പിന്നെ ആരാണ്? ദർജി. ദർജി എന്ന് വെച്ചാൽ തയ്യൽക്കാരൻ. നീ ഒരു തയ്യൽക്കാരനാണ്. അപ്പൊ മരമേ നീ വെറും ഒരു മരമല്ല, എന്താണ്? തയ്യൽക്കാരനാണ്. നീ ഒരു തയ്യൽക്കാരനാണ്. തുന്നെ കിത്തനെ സിലെ ഗോസ്ലെ. കിത്തന എത്ര, കിത്തന എത്ര. സിലെ, സിലെ എന്ന് വെച്ചാൽ തുന്നിച്ചേർക്കുക. സിലെ തുന്നിക്കെട്ട്, തുന്നിച്ചേർത്തു, തുന്നിച്ചേർക്കുക. ഗോസലെ കിളിക്കൂട്, ഗോസലെ കിളിക്കൂട്. അപ്പൊ നീ എത്രമാത്രം കിളിക്കൂടുകൾ തുന്നിച്ചേർത്തിരിക്കുന്നു. തുന്നെ കിത്തനെ സിലെ ഗോസലെ. നീ എത്രമാത്രം കിളിക്കൂടുകൾ തുന്നിച്ചേർത്തിരിക്കുന്നു. കിത്തനി സിലി ഹവായും. ഹവ കാറ്റ്. അപ്പോ എത്രമാത്രം കാറ്റിനെ തുന്നിച്ചേർത്തിരിക്കുന്നു, എത്ര കാറ്റുകളെ തുന്നിച്ചേർത്തിരിക്കുന്നു. ധൂപ് സിലി തോ ബിഖർ ഗയി ഖത്തരൻ ഖത്തരൻ ഛായായേ. ധൂപ് വെയിൽ. വെയിലിനെ തുന്നിച്ചേർത്തപ്പോൾ, വെയിലിനെ തുന്നിച്ചേർത്തപ്പോൾ. ബിഖർന, ബിഖർ ഗയി എന്ന് വെച്ചാൽ ചിതറിപ്പോയി. വെയിലിനെ തുന്നാൻ ശ്രമിച്ചപ്പോൾ ചിതറിപ്പോയി. എങ്ങനെ? ഖത്തരൻ ഖത്തരൻ ഛായായേ. ഖത്തരൻ ഖത്തരൻ എന്ന് വെച്ചാൽ കഷണങ്ങൾ, കഷ്ണങ്ങളാണ്. ഛായായേ നിഴൽ. അപ്പൊ വെയിലിനെ തുന്നിച്ചേർക്കാൻ ശ്രമിച്ചപ്പോൾ എങ്ങനെയാണ്? നിഴലായിട്ട് അത് ചിതറിപ്പോയി. നിഴലായി കഷ്ണം കഷ്ണങ്ങളായിട്ട് അത് ചിതറിപ്പോയി. നിഴല് പോലെ കഷ്ണം കഷ്ണങ്ങളായിട്ട് അത് ചിതറിപ്പോയി. ഈ 4 വരിയുടെ മീനിങ് നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതെ, തും കിത്തനെ സിലെ ഗോസലെ. നീ എത്രമാത്രം കൂടുകൾ തുന്നിച്ചേർത്തിരിക്കുന്നു. കിത്തനി സിലി ഹവായേ. എത്രമാത്രം കാറ്റുകളെ തുന്നിച്ചേർത്തിരിക്കുന്നു. ധൂപ് സിലി തോ ബിഖർ ഗയി ഖത്തരൻ ഖത്തരൻ ഛായായേ. വെയിലിനെ തുന്നിച്ചേർക്കാൻ ശ്രമിച്ചപ്പോൾ അതെന്താണ്? നിഴലുകളായത് കഷ്ണം കഷ്ണങ്ങളായിട്ട്, നിഴലായിട്ട് അതെന്ത് ചെയ്തു? ചിതറിപ്പോയി. പേട് തും പേട് നഹി തും ദർജി. ഇവിടെ വീണ്ടും ആ ലൈൻ തന്നെയാണ് ആവർത്തിക്കുന്നത്. മരമേ നീ വെറും ഒരു മരമല്ല, പിന്നെ ആരാണ്? നീ ഒരു തയ്യൽക്കാരനാണ്. മിട്ടി സിൽക്കർ രംഗ് ബനായേ. മിട്ടി മണ്ണ്. മണ്ണിനെ തുന്നിച്ചേർത്ത് രംഗ്, രംഗ് എന്താണ്? നിറം, നിറങ്ങൾ ഉണ്ടാക്കി. മണ്ണിനെ തുന്നിച്ചേർത്ത് നിറങ്ങൾ ഉണ്ടാക്കി. പാനി സിൽ ആകാശ്. വെള്ളത്തെ തുന്നിച്ചേർത്ത് ആകാശമുണ്ടാക്കി. മണ്ണിനെ തുന്നിച്ചേർത്ത് നിറങ്ങൾ ഉണ്ടാക്കി, വെള്ളത്തെ തുന്നിച്ചേർത്ത് ആകാശമുണ്ടാക്കി. മിട്ടി രംഗ് ഹവ പാനി കോ ജോഡാ ദിയാ തരാശ്. മിട്ടി മണ്ണ്, രംഗ് നിറം, ഹവ കാറ്റ്, പാനി വെള്ളം. മണ്ണ്, നിറം, കാറ്റ്, വെള്ളം എല്ലാം കൂടി ഒരുമിപ്പിച്ച് ചേർത്ത്, എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് എന്താണ്? തരാശ്. തരാശ് എന്ന് വെച്ചാൽ രൂപപ്പെടുത്തുക. എല്ലാം കൂടി ഒരുമിപ്പിച്ച് രൂപപ്പെടുത്തിയെടുത്തു. ജോഡ് ദിയ, ജോഡ് ദിയ എന്ന് വെച്ചാൽ ഒരുമിപ്പിച്ചു. ജോഡ് ദിയ ഒരുമിപ്പിച്ചു, തരാശ് രൂപപ്പെടുത്തി. അപ്പൊ എല്ലാം കൂടെ ഒരുമിപ്പിച്ച് രൂപപ്പെടുത്തിയെടുത്തു. മണ്ണ്, നിറം, കാറ്റ്, വെള്ളം എല്ലാം ചേർത്ത് ഒരുമിപ്പിച്ച് രൂപപ്പെടുത്തി. പേട് തും പേട് നഹി തും ദർജി. മരമേ നീ ഒരു മരമല്ല, ഒരു തയ്യൽക്കാരനാണ്. തുന്നെ കിത്തനെ സിലെ കിനാരെ. കിനാരെ എന്ന് വെച്ചാൽ തീരം. കിനാരെ തീരം. നീ എത്രയോ തീരങ്ങൾ തുന്നിച്ചേർത്തിരിക്കുന്നു. കിത്തനി സിലി ജമീനെ. ജമീൻ നിലം. നീ എത്രയോ നിലങ്ങൾ തുന്നിച്ചേർത്തിരിക്കുന്നു. അപ്പൊ എത്രയോ തീരങ്ങൾ തുന്നിച്ചേർത്തിരിക്കുന്നു, എത്രയോ നിലങ്ങൾ തുന്നിച്ചേർത്തിരിക്കുന്നു. രംഗ് മഹക്കി ഹുയി സിലായി ഫൂൽ സിലെ പശ്മീനെ. ഇപ്പൊ രംഗ് മഹക്കി, രംഗ് മഹക്ക് എന്ന് വെച്ചാൽ സുഗന്ധം, രംഗ് എന്ന് വെച്ചാൽ നിറം. അപ്പോ നിറത്തെയും ഗന്ധത്തെയും ചേർത്ത് എന്താണ്? പൂക്കൾ ഉണ്ടാക്കി. നിറത്തെയും മണത്തെയും ചേർത്ത്, നിറത്തെയും സുഗന്ധത്തെയും ചേർത്ത് പൂക്കൾ ഉണ്ടാക്കി. ഫൂൽ സിലെ പശ്മീനെ. പശ്മീന എന്ന് വെച്ചാൽ കമ്പിളിപ്പുതപ്പ് അല്ലെങ്കിൽ കമ്പിളി വസ്ത്രം, കമ്പിളിപ്പുതപ്പ്. അപ്പൊ ആ പൂക്കൾ കൊണ്ട്, ആ പൂക്കൾ തുന്നിച്ചേർത്ത് കമ്പിളിപ്പുതപ്പ്, കമ്പിളി വസ്ത്രം ഉണ്ടാക്കി.
എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്? നീ എത്രയോ തീരങ്ങളെ തുന്നിച്ചേർത്തിരിക്കുന്നു, എത്രയോ നിലങ്ങളെ തുന്നിച്ചേർത്തിരിക്കുന്നു, അതേപോലെ തന്നെ നിറം സുഗന്ധം എന്നിവയെ തുന്നിച്ചേർത്ത് പൂക്കൾ ഉണ്ടാക്കി. ആ പൂക്കൾ തുന്നിച്ചേർത്ത് കമ്പിളി വസ്ത്രമുണ്ടാക്കി. पेड़ तुम पेड़ नहीं तुम ദർജി. മരമേ നീ ഒരു മരമല്ല, ഒരു തയ്യൽക്കാരനാണ്. ആം മേ ആം കെ സ്വാദ് സിലേ ഹേ. ആം എന്ന് വെച്ചാൽ എന്താണ്? മാങ്ങ. അപ്പൊ മാങ്ങയിൽ ആം കെ സ്വാദ്, മാങ്ങയുടെ സ്വാദ് തുന്നിച്ചേർത്തു, സിലെ തുന്നിച്ചേർത്തു. അപ്പൊ ഇവിടെ മാങ്ങയിൽ മാങ്ങയുടെ സ്വാദ് തുന്നിച്ചേർത്തു. ജാമുൻ ജാമുൻ കെ, ജാമുൻ ഞാവൽപ്പഴം, ഞാവൽപ്പഴത്തിൽ ഞാവൽപ്പഴത്തിന്റെ സ്വാദ് തുന്നിച്ചേർത്തു. ബാഗ് കെ സ്വാദ് സിലേഹേ. ബാഗ് തോട്ടം, അപ്പൊ തോട്ടത്തിൽ തോട്ടത്തിന്റെ സ്വാദ് തുന്നിച്ചേർത്തു. വൻകെ പേടുമേ വൻകെ. അപ്പൊ വനത്തിലെ വൃക്ഷങ്ങളില് വനത്തിന്റെ സ്വാദ് തുന്നിച്ചേർത്തത് കാട്ടിൽ, അതായത് ഇവിടെ കാട്ടിലെ മരങ്ങളില് ആ വനത്തിന്റെ സ്വാദ് തുന്നിച്ചേർത്തു. പേട് തും പേട് നഹി തും ദർജി. മരമേ നീ വെറും ഒരു മരമല്ല, ഒരു തയ്യൽക്കാരനാണ്. പാഠഭാഗത്തിന്റെ നോട്ട് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ആ വീഡിയോയുടെ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്ത് വെക്കാം. അതോടൊപ്പം തന്നെ 8ാം ക്ലാസ്സിലെ മറ്റ് സബ്ജക്റ്റുകളുടെ വീഡിയോ ക്ലാസ്സുകളുടെ ലിങ്കും കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മറ്റ് സബ്ജക്റ്റുകളുടെ വീഡിയോ ക്ലാസ്സുകളും കാണാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.